ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്ര നാരായണൻ കൂടി ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം സർ. ഈ അപകട വാർത്തയിൽ നമ്മൾ വാഹനങ്ങളുടെ അമിത വേഗത നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്ന് രാവിലെയും ഈ വിഷയത്തിൽ അത് തന്നെ പ്രധാനമായും ചർച്ച ചെയ്തതുമാണ്. ഇപ്പോൾ ഇതിൽ കൂടുതൽ വിവരങ്ങൾ വരികയാണ്. ഇതിലിപ്പോൾ ലൈസൻസ് ഇല്ലായിരുന്നു, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്നുള്ള ഈ പറഞ്ഞ പോലെ തന്നെ സ്പീഡ് കൂടുതലായിരുന്നു. അതുപോലെ തന്നെ പെർമിറ്റ് പുതുക്കി നൽകിയത് ഈ ഏപ്രിലാണ്. പക്ഷേ ഇതിലിപ്പോൾ 17 വർഷം പഴക്കമുള്ളൊരു വാഹനമാണ്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ ഇനി ഈ ഒരു കാലത്തും എങ്ങനെയാണ് ഇതൊക്കെ ഇനി ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുക? ഇവിടുത്തെ ലൈസൻസ് നൽകുന്ന രീതി അല്ലെങ്കിൽ ലേണേഴ്സ് ടെസ്റ്റ് ഇതൊക്കെ കൃത്യമായി തന്നെ പോകുന്നതാണ്. പക്ഷേ അതിനുശേഷം വാഹനം ഓടിക്കുന്നതിന് ഇനി വീണ്ടും ചില നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ചില ക്ലാസ്സുകളൊക്കെ എടുക്കണം തോന്നുന്നു അല്ലേ? അതെ, നമ്മുടെ സ്റ്റേറ്റിലെ റോഡ് സുരക്ഷ പാളം തെറ്റിയിട്ട് അനേകം കൊല്ലങ്ങളായി. കാരണം ഈ റോഡിലെ വാഹനങ്ങളുടെ നിയമപരമായ ഓട്ടം അത് കണ്ടുപിടിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് MVD, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. അവർക്ക് പുതുതായിട്ട് ഓരോ ജില്ലയിലും ഒരു എൻഫോഴ്സ്മെന്റ് RTOയെയും 63ഓളം വാഹനങ്ങളും കുറെ ഉദ്യോഗസ്ഥന്മാരെയും കൊടുത്തിട്ടുണ്ട്. അവരാണ് ചെക്ക് ചെയ്യേണ്ടത് ഈ പറഞ്ഞ വാഹനത്തിന് ലൈസൻസ് ഉണ്ടോ, ഓടിക്കുന്ന ആളിന് ലൈസൻസ് ഉണ്ടോ, വണ്ടിക്ക് ഫിറ്റ്നസ് ഉണ്ടോ, ഇൻഷുർഡ് ആണോ, പൊതുനിരത്തിൽ ഓടാനുള്ള യോഗ്യതയുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാരാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. അത് അവർ ചെയ്യാത്ത മൂലമാണ് ഒരു കോൺഫിഡൻസ് ലെവലിലൂടെ ഡ്രൈവർമാര് വണ്ടി പ്രോപ്പർ അല്ലാതെ ഓടിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാൻ കുറെ വണ്ടികളുണ്ട്. റോഡിൽ മനുഷ്യൻ ബസ് സ്റ്റോപ്പിൽ പോലും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് ആ ദുരിതം ഉണ്ടായത്. അത് മനഃപൂർവ്വം ചെയ്ത ഒരു അപകടമാണ്. കാര്യം വാഹനം പൊതുനിരത്തിലേക്ക് ഇറക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇടറോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ സ്റ്റോപ്പ് സൈൻ ഇറക്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ് ഹമ്പ് ഇറക്ട് ചെയ്യണം സൈഡ് റോഡില്. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് വന്ന അതേ സ്പീഡിൽ തന്നെ ആ ഡ്രൈവർ റെക്ലെസ് ആയിട്ട് പൊതുനിരത്തിലേക്ക് മേജർ റോഡിലേക്ക് ഇറക്കുകയും അവിടെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്ന പാവപ്പെട്ട നിരപരാധികളായ കുട്ടികളുടെ നെഞ്ചത്തേക്ക് മതിലിടിഞ്ഞു വീണാണ് അത് മരണം ഉണ്ടായത്. അപ്പൊ ഇത് ഉത്തരവാദിത്തപ്പെട്ടവരാരെങ്കിലും ഉണ്ടാവണം. അതിൽ കുറഞ്ഞൊരു ചർച്ച ഇനി പാടില്ല. ആ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ കൊണ്ടാണെങ്കിൽ അയാൾക്കെതിരെ ശിക്ഷാ നടപടികൾ ഏർപ്പാടാക്കാനായിട്ട് ഗവൺമെന്റ് മുൻകൈ എടുക്കണം. കാര്യം അവിടെ എൻഫോഴ്സ്മെന്റ് RTO ഉണ്ട്, അദ്ദേഹത്തിന്റെ താഴെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പൊ ഉദ്യോഗസ്ഥന്മാരോ വാഹനങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല, അധികാരം ഇല്ലാഞ്ഞിട്ടോ അല്ല, അവർക്ക് ചെയ്യണമെന്നില്ല. പിന്നെ ഈ മണ്ണു വാഹനങ്ങൾക്ക് ഈ ഇത്തരം ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധങ്ങളുണ്ട്. അവര് ചെറിയ ഉദ്യോഗസ്ഥന്മാരൊന്നും അവരെ തടയാൻ പാടില്ല. വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമടക്ക് നേരിട്ട് വീട്ടിൽ കൊണ്ട് എത്തിക്കുന്നത് മൂലമാണ് ഈ ടിപ്പർ ലോറികള് ദിവസം 2 പേരെ വെച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. അത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു അപകടം നടക്കുമ്പോൾ ഇനി കുറച്ചു കാലത്തേക്ക് വലിയ രീതിയിലുള്ള പരിശോധനയൊക്കെ ഉണ്ടാകും. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ നിയമലംഘനങ്ങളൊക്കെ എത്രയും വേഗം പിടികൂടുകയും ചെയ്യും. പക്ഷേ ഇത് ശാശ്വതമായൊരു പരിഹാരമല്ലേ വേണ്ടത്? താങ്കൾ പറഞ്ഞ തന്നെ 3 ജീവനാണ് നഷ്ടപ്പെട്ടത്. ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ബസ് കാത്ത് നിന്നതാണ്. ഇത് വാഹനം ഓടിച്ചു പോയ ആളുകളൊന്നുമല്ല ഈ മരണപ്പെട്ടതും. അല്ല, അത് ഇതിന് കമ്മിറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വേണം, അവർക്ക് ജോബ് നോളജ് വേണം. ഇത് രണ്ടും കൂടെ കേരളത്തിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ഉദ്യോഗസ്ഥന്മാരെ ഞാൻ ബ്ലെയിം ചെയ്യല്ല, പക്ഷേ ഇതിന് ആരെങ്കിലും ഒരാൾ അക്കൗണ്ടബിൾ ആകണ്ടേ? ഈ 3 പേരുടെ മരണത്തിന് ഇടയാക്കിയ കാരണം എന്താണ്? ആരുടെ വീഴ്ചയാണ്? ഇപ്പൊ ഡ്രൈവറുടെ വീഴ്ചയാണെന്ന് നമുക്കറിയാം. പക്ഷെ ഡ്രൈവർ അങ്ങനെ അപകടകരമായിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ, അപകടം വരുത്തിയിട്ടുണ്ടെങ്കിൽ, ആളെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉദ്യോഗസ്ഥന്റെ വീഴ്ചയുണ്ട്. അയാളെ ശിക്ഷിക്കാനായിട്ട് സർക്കാർ മുൻകൈ എടുക്കണം. അതാണ് ഇതിലിപ്പോൾ അക്കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഈ ഡ്രൈവറിന് ഇനി ഇയാൾക്കെതിരെ കേസെടുത്ത് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നത്? അല്ല, കാര്യമായ ശിക്ഷയൊന്നും ഉണ്ടാകുന്നില്ല. നമ്മുടെ കോടതികൾ പോലും 10,000-5,000 രൂപ ഫൈൻ ഈടാക്കിക്കൊണ്ട് അയാളെ വിടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നല്ല രീതിയിൽ ജയിലിൽ അടയ്ക്കാൻ. കാര്യം ഇതൊരു കമ്മിറ്റഡ് മർഡറാണ്, അല്ലാതെ ഇതിൽ കുറഞ്ഞൊന്നും ഇല്ല. ഇത് മനഃപൂർവ്വം ഉള്ള നരഹത്യയാണ്. ആ ഡ്രൈവർക്ക് അറിയാം ഇടറോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തി സ്ലോ ആയിട്ട് വേണം എടുക്കാൻ, പൊതുനിരത്തിലേക്ക് എടുക്കാൻ. ആ ഡ്രൈവർക്ക് അറിയില്ലെങ്കിൽ ആ ഡ്രൈവിംഗ് പഠിപ്പിച്ച ഉദ്യോഗസ്ഥനെയും അതിന് ലൈസൻസ് കൊടുത്ത ഉദ്യോഗസ്ഥനെയും കൂടെ കേസിൽ പ്രതിയാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഇത് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നടപടി ഉണ്ടായാൽ മാത്രമേ റോഡ് അപകടങ്ങൾ കുറയുള്ളൂ. ഇതിപ്പോ കുറെ പൈസ കോടതി കെട്ടിവെച്ചതുകൊണ്ട് ആ ഡ്രൈവർ വീണ്ടും ഇതേ കുറ്റം തന്നെ ആവർത്തിക്കുന്ന ആളെ മുതൽ അയാളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുകയാണ്. ഞാൻ 3 പേരെ കൊന്നിട്ടുണ്ട്, ഇനിയും ഞാൻ കൊല്ലും. കാര്യം ഈ റോഡിലൂടെ, നമ്മുടെ കേരളത്തിലെ റോഡിലൂടെ ഓടുന്ന മിക്ക ടിപ്പർ ലോറികളും
ഓവർലോഡഡ് ആണ്, ഓവർ സ്പീഡാണ്. എന്തുകൊണ്ട് പോലീസ് ഇപ്പൊ തൂഫാൻ എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസും കൂടെ ചേർന്നിട്ട് സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ എന്നൊരു പരിപാടി ഇനാഗുറേറ്റ് ചെയ്തുകൂടാ. കാര്യം പൊതുജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്തവും കുന്തവും ഇല്ലാതെ ദിവസവും ആവശ്യമില്ലാത്ത മരണങ്ങളും അപകടങ്ങളും ഉണ്ടാക്കുന്ന ആരാണ്? ഡ്രൈവർമാരാണ്. അവർക്ക് വളം കൊടുക്കുന്ന ആരാണ്? ഉദ്യോഗസ്ഥന്മാരാണ്. കാര്യം ഒരു വശത്തോടെ ഉദ്യോഗസ്ഥന്മാര് പിഴ ഈടാക്കുകയും മറുവശത്തോടെ കൈക്കൂലി മേടിക്കുകയും പിന്നെ ബോധവൽക്കരണത്തിന് വേണ്ടി അവർ തന്നെ ഇറങ്ങുമ്പോൾ ഈ ഡ്രൈവർമാർ എങ്ങനെ കേൾക്കും? അപ്പൊ അവർക്ക് പേടിയില്ല. ഉദ്യോഗസ്ഥന്മാരെ പേടിയില്ലാത്ത ഒരേ ഒരു സ്റ്റേറ്റ് കേരളമാണ്. മറ്റ് സ്റ്റേറ്റിലൊക്കെ തമിഴ്നാട്, ഒറീസയിലൊക്കെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാരെന്ന് വെച്ചാൽ അവരുടെ മുട്ടിടിക്കും. കാരണം അവർക്ക് പേടിയാണ്, അവരുടെ ജീവിതം പോവും. അപ്പൊ അത് പേടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നവരൊക്കെ മര്യാദയ്ക്കാണ് ഓടിക്കുന്നത്. പിന്നെ ക്യാമറ, നമ്മളിപ്പോ AI ക്യാമറ പിടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ വലിയ ന്യൂസ് കേട്ടു. ക്യാമറയും ഇല്ല, എൻഫോഴ്സ്മെന്റ് മാനുവലായിട്ടും ഇല്ല, ഒന്നുമില്ല. ഈവൻ ഒരു സ്പീഡ് ഹമ്പ് പോലും റോഡിൽ പിടിപ്പിക്കാൻ PWDക്ക് പറ്റുന്നില്ല. അപ്പൊ ഇത് ഒരു എല്ലാവരും കൂടെ ചെയ്തുള്ള ഒരു കൊലപാതകങ്ങളാണ് റോഡിൽ നടക്കുന്നത്. അതിനകത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് ആദ്യത്തെ പങ്ക്. കാര്യം അവരുടെ കീഴിലാണ് റോഡ് സേഫ്റ്റി ഉള്ളത്. പിന്നെ PWDയുടെ റോളുണ്ട്. കാര്യം റോഡിന്റെ ഇടറോഡിൽ വരുന്നിടത്ത് സോഫ്റ്റ് ഹമ്പ് വയ്ക്കണമെന്ന് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ KSTPയിലും നമ്മളുടെ വേൾഡ് ബാങ്ക് പ്രോജക്റ്റിലും PWD മാനുവലിലും പറയുന്നുണ്ട്. എല്ലാ എഞ്ചിനീയേഴ്സിനും അറിയാം. പക്ഷെ അവരെ കൊണ്ട് ആരാണ് ചെയ്യിക്കേണ്ടത്? അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അപകട പരമ്പര ഇനി കൂടുകയുള്ളൂ. ഇത് അവസാനത്തെ റോഡ് അപകടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. പൊതുജനങ്ങളെ രക്ഷിക്കണമെന്ന് അവർക്ക് താല്പര്യമില്ല. പിന്നെ കുറ്റവാളികളെ ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കാനൊരു നടപടിയും നമ്മുടെ സ്റ്റേറ്റിൽ ഇല്ല എന്നുള്ളതാണ് വർദ്ധിച്ചിരുന്ന റോഡ് അപകടങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, വളരെ നന്ദി ഉപേന്ദ്രനാരായണൻ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.